സോ ദ ഡെയിലി ലൈഫ് ഓഫ് ദ ഇമ്മോർട്ടൽ കിങ് എന്നുള്ള ജാപ്പനീസ് ആനിമേ സീരീസിന്റെ ഫസ്റ്റ് സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറൊരു ആനിമ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അടിപൊളി ആനിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്ന 77% ആൾക്കാർ സബ് ചെയ്യാതെ എനിക്കാണ്, പറ്റുകയാണെങ്കിൽ സബ് ചെയ്യുക. അത് വിടാ. അപ്പോൾ ഈ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ കാണുന്നത് വെച്ചാൽ വാങ്ങിന്റെ സീല് പൊട്ടിയിട്ട് ഓൻ്റെ നെഗറ്റീവ് എനർജി ഒക്കെ പുറത്തേക്ക് വന്നിട്ട് തന്നെ ലോകം ഫുള്ള് നശിച്ചു പോവാണ്. പക്ഷെങ്കിൽ ഓനോൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് ഫുള്ള് റിബൂട്ട് ചെയ്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ എനിക്ക് റിബൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് ഒക്കെ റെഡിയായി വരുമല്ലോ. അതുകൊണ്ട് തന്നെ സുന്നു റെഡി ആയിട്ട് ജീവനോടെ വരുന്നത്. പക്ഷേ അത് മാത്രം നടന്നില്ല, സുന്നു ഇപ്പോഴും മരിച്ചിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സോഡ് സ്പിരിറ്റ് പറയും അതെന്താ കാരണം വെച്ചാൽ ഓളെ ആത്മാവ് ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഓൾ മേത്താ ചൂടും ഓൾ കുറച്ച് എനർജി മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ ഡോഗും പറയുന്നത് എൻ്റെ ഈ ഹീലിംഗ് പവർ വെച്ചിട്ട് ജസ്റ്റ് ഫിസിക്കലായിട്ടുള്ള കുറച്ച് ഇഞ്ചുറീസ് മാത്രമേ എനിക്ക് കളയാൻ പറ്റുള്ളൂ, അല്ലാതെ മരിച്ച ഒരാളെ ജീവിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ പറയും എല്ലാത്തിനും കാരണം ഞാനാണ്, ഞാൻ ഫസ്റ്റ് തന്നെ ലേഡി ബോസിനെ ഇങ്ങോട്ട് തീർത്താൽ മതിയായിരുന്നു പറയും. അപ്പോൾ ഡോഗ് പറയും ഇപ്പം നമ്മളത് സമയം എത്രയുണ്ട്, കാരണം എന്താ വെച്ചാൽ ടൈം ഫ്രീസാക്കിയാണ്. അപ്പോൾ ഈ സമയമൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് പറയും. അതിന് ശേഷം ഡോഗ് വാങ്ങിനോട് പറയും എനിക്ക് ടൈമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാ വെച്ചാൽ സ്പിരിച്വൽ ഫോഴ്സിനെ സ്പീഡ് ഓഫ് ലൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് ടൈമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് കേട്ടപ്പോൾ തന്നെ വാങ്ങി ചോദിക്കും അപ്പോൾ ഈ സ്പീഡ് ഓഫ് ലൈറ്റിനെ യൂസ് ചെയ്തിട്ട് എനിക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഡോഗ് പറയും ആ പറ്റും. അപ്പോൾ തന്നെ പറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് അപ്പോൾ ഒരു പ്ലാനറ്റിൻ്റെ അത്രക്ക് സ്പിരിച്വൽ ഫോഴ്സ് വേണം, എന്നാൽ മാത്രമാണ് എനിക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വാങ് ആണെങ്കിൽ ഒരു പ്ലാനറ്റിൻ്റെ അത്രക്ക് വലുപ്പത്തിൽ സ്പിരിച്വൽ ഫോഴ്സ് ഉണ്ടാക്കിയിട്ട് ഇത് മതിയോ ചോദിക്കും. അപ്പോൾ ഡോഗ് പറയും ആ ഇത് മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് സ്വർഗത്തിന് എതിരായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ സ്വർഗം ലൈറ്റ്നിങ് യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ വാങ് ആ കാര്യം തീരെ മെയിൻഡ് ആക്കുന്നില്ല. അങ്ങനെ ഡോഗും അതുപോലെ തന്നെ വാങ്ങും തമ്മിൽ മേർജ് ആവുകയാണ്. അങ്ങനെ ഇവർ രണ്ടാളും ആ ടൈം ചേഞ്ച് ചെയ്തിട്ട് പാസ്റ്റിക്ക് പോവാണ്. അപ്പോൾ ഹെവന് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് ഒന്ന് പാസ്റ്റിക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് സ്കൂളിലേക്ക് കയറി വരുമ്പോൾ അവിടേക്ക് ആ മറ്റേ സീനിയേഴ്സ് വന്നിട്ട് ഓനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പക്ഷെ അപ്പോൾ ഓനെ സീനിയേഴ്സിനെ ആട്ടുന്നത് സുന്നാവില്ല, പകരം ചെന്നും കൂവായിരിക്കും. അങ്ങനെ ആ ഹെൽപ്പ് ചെയ്തതിൻ്റെ പകരമായിട്ട് ഓൻ ആ പൈസ എടുക്കും സുന്നിന് കൊടുത്ത മാതിരിക്ക്. പക്ഷെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓനക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, കാരണം ഇങ്ങനെ ഒന്നും അല്ലല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ അവന് ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് സുന്നി നോക്കിയെന്ന പോലെ ഒരാൾ നോക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് സുന്നായിരുന്നില്ല, അത് വേറൊരു പെണ്ണായിരിക്കും. എന്നിട്ട് അതിൻ്റെ ശേഷം ചെന്നിൻ്റെയും കുവൻ്റെയും കൂടി ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൽ ഓനെ സുന്നിനെ കാണും. അപ്പോൾ ഓനെ കണ്ടിട്ട് പിന്നാലെ ഓടിയിട്ട് ആ കാർ നിർത്തിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ ടാങ്കും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതൊക്കെ ഓൻ്റെ പവർ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും. ആക്ച്വലി ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓൻ്റെ പവർ കാരണം ഓനെ ഇപ്പോൾ ഒരു പുതിയ ലോകത്തേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓനായിട്ട് ഉണ്ടാക്കിയൊരു പുതിയ ലോകം, അത് ഓൻ്റെ പഴയ ലോകത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ കൺസ്യൂം ചെയ്തെടുത്തിട്ടുണ്ടാവും. അതായത് ഓനക്ക് സുന്നിനോടുള്ള ആ ഇഷ്ടം കൊണ്ട് അതിൻ്റെ ആ വിഷയം മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. മാത്രമല്ല ഇപ്പോൾ പഴയ ലോകം ഇല്ലാണ്ടായിട്ട് പുതിയ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ അതിൻ്റെ ശേഷം ഇൻഫോമോ റിയൽമാണ് കാണിക്കുന്നത്, അതായത് ഹെവൻ. അവിടെ യമരാജനും അതുപോലെ തന്നെ ചിത്രഗുപ്തനും ഉണ്ടാവും. ഓരങ്ങനെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരു സേവകന് ഈ സുന്നിൻ്റെ സ്പിരിറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. അത് കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് പേടിക്കും. എന്താണെന്ന് ഇപ്പോൾ കാണിക്കണില്ല, എന്തോ പെട്ടെന്ന് കണ്ടപ്പോൾ അവർ ഇതിപ്പോൾ എന്താ അങ്ങനെ വിചാരിച്ചിട്ടൊന്ന് പേടിക്കും. പിന്നെ ഈ ന്യൂ വേൾഡിൽ വാങ്ങിനെയാണ് കാണുന്നത്. ഓനാണെങ്കിൽ ചെന്നിൻ്റെയും ഗുവൻ്റെയും കൂടെ എന്തൊക്കെയാണോ ഓന് സുന്നിൻ്റെ കൂടെ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ശേഷം അവരൊക്കെ പാടി ഒരു ഫ്യൂച്ചർ പറയുന്ന ഒരു ശിലയുടെ അടുത്തേക്ക് വരും. അതിൽ ഫസ്റ്റ് തന്നെ ചെന്നോൻ്റെ കൈ വെക്കുമ്പോൾ ചെന്നിനോട് പറയും ഈ സെമിസ്റ്ററിൽ 3 വിഷയത്തിൽ പൊട്ടും എന്ന് പറയും. അത് കേട്ടപ്പോൾ തന്നെ കാലിട്ടടിച്ചിട്ട് കരയും. അത് കേട്ടപ്പോൾ ഗുവാണെങ്കിൽ ഫുള്ള് പുച്ഛം വാരി വിതറിയിട്ട് കണ്ടു ഇവൻ നിന്ന് കുഞ്ഞു കുട്ടികളെ മാറിക്ക് നിന്ന് കരയുന്നുണ്ടില്ല, എത്ര തീരെ കോമൺ സെൻസ് ഇല്ല, അങ്ങനെയുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ട് ഓൻ അതിൻ്റെ അകത്തേക്ക് കൈയിടും. അപ്പോൾ ഓനോടാണെങ്കിൽ ആ പ്രതിമ പറയും എൻ്റെ ഫസ്റ്റ് ലവ് ആണെങ്കിൽ എനിക്ക് എൻ്റെ 40ാമത്തെ വയസ്സിലായിരിക്കും എനിക്ക് കിട്ടാതെ. അത് കേട്ടപ്പോൾ ഗോയും ചെന്നിരുന്നിട്ട് മറ്റോ കാരണം മരിക്കണേ ഇരുന്ന് കരയും. അതിന് ശേഷം മാങ് കൈയിട്ടപ്പോൾ അതെന്തെങ്കിലും പറയുന്നതിന് പകരം അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ നിൽക്കുമ്പോൾ യമരാജനാണെങ്കിൽ സ്വർഗത്തിൽ ആകെ ടെൻഷനിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ സുന്നു മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ബാങ്ക് എന്തെങ്കിലും കാട്ടിയിട്ട് ഓൻ്റെ ഒറിജിനൽ അതായത് യമരാജൻ്റെ ദിനലോകത്തിനെ നശിപ്പിക്കും. മാത്രമല്ല സുന്നിൻ്റെ കുടുംബക്കാരനെ ആയിരിക്കും ഈ പറഞ്ഞ ബാങ്ക്, അതായത് ഇവർ രണ്ടാളും റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പോൾ യമരാജനാണെങ്കിൽ പേടിച്ചിട്ട് ഡോക്യുമെൻ്റ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ട് ഇവളെ പിന്നെയും ജീവിപ്പിക്കും, അതായത് റിയൽ വേൾഡിലേക്ക് പിന്നെയും പറഞ്ഞയക്കും. അങ്ങനെ ഓളൊന്നാണ്ടപ്പോൾ നമ്മുടെ സ്വേർഡ് സ്പിരിറ്റിൻ്റെ കണ്ണ് തള്ളിയിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം ഈ സ്പിരിറ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള റീക്യാപ്പ് ഫുള്ള് ഈ സുന്നിന് കാണിച്ചെടുക്കും. അത് കണ്ടപ്പോൾ ഓൾക്ക് ഭയങ്കര പൊലിവാകും. കാരണം എന്താ വെച്ചാൽ ബാങ്ക് ഓൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, ഓളെ മുന്നിൽ ഭയങ്കര വലിയ ഗൗരവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഓളെ ഭയങ്കര ഇഷ്ടമല്ലോ എന്ന് ഓൾക്ക് തോന്നും.
എന്നിട്ട് നമ്മൾ സ്പിരിറ്റ് പറയും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ റിയൽ വേൾഡ് ഫുള്ള് പോകുന്ന നശിപ്പിച്ചിട്ട് പുതിയൊരു വേൾഡ് അവിടെ വേറെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ സുന്നാണെങ്കിൽ അത് ഞാൻ ശരിയാക്കിക്കോളാം പറഞ്ഞിട്ട് അതിൻ്റെ ഫുള്ള് ഉത്തരവാദിത്വം ഓൾ ഏറ്റെടുക്കും. അപ്പോഴാണെങ്കിൽ നമ്മൾ സ്പിരിറ്റ് ചോദിക്കും, അല്ല അപ്പം എനിക്ക് പേടിയൊന്നുമില്ല വാങ്ങിൻ്റെ പുതിയ വേൾഡ് നശിപ്പിക്കണേൽ? അപ്പോൾ ഇതൊക്കെ എന്ത് പുല്ലെന്നുള്ള രീതിക്ക് ഓൾ അതിനൊക്കെ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ സ്പിരിറ്റ് ആണെങ്കിൽ സോഡിൻ്റെ രൂപം എടുക്കുകയാണ്. അങ്ങനെ സുന്നാണെങ്കിൽ അതെടുത്തിട്ട് ഈ ന്യൂ വേൾഡിലേക്ക് പോവുകയാണ്. പക്ഷേങ്കിൽ ഭയങ്കര ഡിഫൻസ് സിസ്റ്റം ഓളെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് സമ്മതിക്കണില്ല. എന്തൊക്കെയോ കാട്ടിയിട്ട് ഓളങ്ങനെ അറ്റ് ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഓനെ മേലിൽ കൂടെ കുത്തി കയറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ഓനക്ക് ബോധം വരും. ഓളെ പെട്ടെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഓന് ഹഗ് ചെയ്യുകയും ചെയ്യാണ്. പിന്നെ അതിൻ്റെ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഗൂഫിനെയാണ് കാണിക്കുന്നത്. ഓന് മറ്റു ലേഡി ബോസായിട്ട് ശരീരം എടുത്തതിൻ്റെ ശേഷം ഇനി ചെന്നൈനൊന്നും കാട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ വാങ് ആണെങ്കിൽ ഓളെ അറ്റാക്ക് ചെയ്യണം, അതായത് ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തുകയാണ്. അതിലെനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സുന്നിനെയും ഓളൊന്നും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം കൗണ്ട് ഡൗൺ തീരുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ ഇവർ ജയിക്കണം, ക്ലാസ് 60. അത് കണ്ടിട്ട് ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹാപ്പി ആവാണ്, എല്ലാവരും തുള്ളിച്ചാടുകയാണ്. അങ്ങനെ അതിൻ്റെ ശേഷമാണെങ്കിൽ സുന്നു ഓൻ്റെ അടുത്തേക്ക് ഓടി വരാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് റിപ്പോർട്ടേഴ്സൊക്കെ വന്നിട്ട് ഓളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വാങ് ആണെങ്കിൽ ടൈം റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡോഗ് പറഞ്ഞിട്ടുണ്ടാവും എനിക്കിതൊക്കെ നല്ല കറക്റ്റായിട്ട് റെഡി ആക്കണമെന്നാണെങ്കിൽ ടൈം റിവേഴ്സ് ചെയ്യണം. പക്ഷേങ്കിൽ അതിലെന്താ പ്രശ്നം വെച്ചാൽ സുന്നിന് ഈ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഓളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾ പറയും കുഴപ്പമില്ല, ടൈം റിവേഴ്സ് ചെയ്തോ. കാരണം എന്താ വെച്ചാൽ പിന്നെ വേറെ ഏതെങ്കിലും ലാപ്പിൽ വിട്ടുപോകും. മാത്രമല്ല ഈ റിയൽ വേൾഡിനെ ഒരു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈം റിവേഴ്സ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാളും ഹാപ്പി ആയിട്ട് കൈയൊക്കെ കൊടുത്തിട്ട് ടൈം റിവേഴ്സ് ചെയ്തതായിരിക്കും ഇവിടെ. അങ്ങനെ അതിൻ്റെ ശേഷം വാങ്ങിൻ്റെ അച്ഛനാണ് കാണുന്നത്. ഓന് പുതിയ സീൽ എടുത്തിട്ട് അതിൻ്റെ മലയൊക്കെ കയറിയിട്ട് വന്നിട്ടായിരിക്കും വാങ്ങിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ശേഷം സുന്നിനോടാണെങ്കിൽ റിപ്പോർട്ടേഴ്സൊക്കെ ഓരോന്ന് ഇൻ്റർവ്യൂ ചെയ്യുമായിരിക്കും. മാത്രമല്ല സുന്നും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മളെ സീനിയർ ആണെങ്കിൽ ടാങ്ങിനെ ഇരുന്ന് ചീത്തറായിരിക്കും. കാരണം എന്താ വെച്ചാൽ 5-0 ഒരു തോൽപ്പിക്കണം വിചാരിച്ചിരുന്ന ആൾക്കാരാണ് 5-0 പൊട്ടിയിട്ടുണ്ടാവുക. സോ ഇത് കാണിച്ചിട്ടാണ് ഈ സീസൺ കഴിയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.